സങ്കീർത്തനം 16:2 ഞാൻ യഹോവയോട് പറഞ്ഞത്, അങ്ങൻ്റെ കർത്താവാകുന്നു, അങ്ങൊഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. റോമാലേഖനം 10-9-10 വാക്യങ്ങളിൽ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുക, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ, യേശു നിന്റെ കർത്താവാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നറിയാമോ? യേശു നിന്റെ കർത്താവാകുമ്പോൾ നിന്റെ പേര് സ്വർഗത്തിൽ എഴുതുന്നു. മാത്രമല്ല, നീ ദൈവത്തിൻ്റെ പൈതലാകുന്നു. നിന്നിൽ വീണ്ടും ജനനം നടക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നു. നാം ദൈവ മക്കളായിത്തീരുന്നു. നാം രക്ഷിക്കപ്പെടുന്നു. തുടർന്ന് തിരുവെഴുത്തുകളിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 3-20 വാക്യത്തിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. എപ്പോഴാണ് എൻ്റെ പൗരത്വം സ്വർഗത്തിലായത്? ഞാൻ ജനിച്ചപ്പോഴാണോ? അല്ല. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ, എല്ലാവരും പാപികളാണെന്ന്. അപ്പോൾ പിന്നെ എൻ്റെ പൗരത്വം സ്വർഗത്തിലാകുന്നത് എപ്പോഴാ? ഞാൻ പുതുജനനം പ്രാപിക്കുമ്പോൾ, പുതുതായി ജനിക്കുമ്പോൾ. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ. അങ്ങനെ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ഞാൻ പുതുജനനം പ്രാപിക്കും. അങ്ങനെ ഞാൻ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതുന്നു. എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ പൗരത്വം മാറുന്നു. അമേരിക്കൻ പൗരത്വത്തിൻ്റെ വില അറിയാമോ? ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം വിലയുള്ള പൗരത്വം അമേരിക്കൻ പൗരത്വമാണ്. എന്നാൽ അക്കാലത്ത്, ബൈബിൾ എഴുതുന്ന കാലത്ത്, റോമൻ പൗരത്വമായിരുന്നു വിലയുള്ളത്. ഇക്കാലത്ത് അമേരിക്കൻ പൗരത്വത്തിനാണ് വിലയുള്ളത്. എന്നാൽ മൂന്നാമതൊരു പൗരത്വത്തെക്കുറിച്ച് ഞാൻ പറയാം. അത് സ്വർഗീയ പൗരത്വമാണ്. റോമൻ പൗരത്വം സ്വന്തമായിട്ടുണ്ടായിരുന്ന പൗലോസിനെ ഒരു കുറ്റവുമില്ലാതെ പോലീസിൽ കയറ്റുകയും സ്റ്റേഷനിൽ കയറ്റുകയും അടിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം തൻ്റെ സിറ്റിസൺഷിപ്പ് കാണിച്ചു. അപ്പോൾ അവരാകെ പേടിച്ചുപോയി. എന്നാൽ റോമൻ സിറ്റിസൺഷിപ്പിൻ്റെ വില അറിയാവുന്ന മനുഷ്യൻ പറയുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ റോമൻ സിറ്റിസൺഷിപ്പിനെ നിസ്സാരമായി കാണുകയാണ്. സ്വർഗത്തിൽ പൗരത്വമുള്ളതിനാൽ. അങ്ങനെയാണെങ്കിൽ ഇന്ന് യേശു നിന്റെ കർത്താവായതിനാൽ നിന്റെ പൗരത്വം മാറുന്നു, നിന്റെ സ്റ്റാൻഡേർഡ് മാറുന്നു, നിന്റെ കൾച്ചർ മാറുന്നു. നീ സ്വർഗീയ പൗരനായി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.